നീലേശ്വരത്ത് സംസ്ഥാനതല ഇന്റർ ITI കലോത്സവം നടക്കുമ്പോൾ 4 പതിറ്റാണ്ട് മുമ്പത്തെ ഓർമ്മകളുടെ നിറവിലാണ് തൈക്കടപ്പുറം സ്വദേശിയായ PK പ്രകാശ്. 1987 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ITI കലാമേളയിലെ കലാപ്രതിഭയായ ഇദ്ദേഹം ഈ നഗരിയിലും സജീവമാണ്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. സംസ്ഥാനതല ഇന്റർ ITI യൂണിയൻ കലോത്സവത്തിന് ഇതാദ്യമായി കാസർഗോഡ് ജില്ല വേദിയാകുമ്പോൾ 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന സംസ്ഥാന ITI കലോത്സവത്തിൽ കലാപ്രതിഭ പട്ടം നേടിയ നീലേശ്വരം തൈക്കടപ്പുറം AP റോഡ് നിലാവിലെ PK പ്രകാശിന്റെ മനസ്സിൽ ഗൃഹാതുരമായ ഓർമ്മകൾ ഇങ്ങനെ അലതല്ലുകയാണ്. അതുകൊണ്ട് തന്നെ ജൂൺ 25-26 തീയതികളിലായി മടിക്കൈ ബംഗളത്ത് നടക്കുന്ന സംസ്ഥാനതല ITI കലോത്സവ നഗരിയിൽ കഴിയുന്നത്രയും സമയം ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ 59-കാരൻ. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഗവൺമെൻറ് ITIയിൽ 1987 നടന്ന സംസ്ഥാനതല കലോത്സവത്തിൽ കണ്ണൂർ തോട്ടട ഗവൺമെൻറ് ITIയെ പ്രതിനിധീകരിച്ചാണ് പ്രകാശ് പങ്കെടുത്തത്. നാടോടി നൃത്തം, മലയാള പദ്യപാരായണം എന്നിവയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ A ഗ്രേഡോടെ 2ാം സ്ഥാനവും നേടിയാണ് ഈ കലാകാരൻ അന്ന് കലാപ്രതിഭ പട്ടം ചൂടിയത്. ഇതിനു പുറമെ സംഘഗാനം, സംഘനൃത്തം, ടാബ്ലോ എന്നീ ഗ്രൂപ്പ് ഇനങ്ങളിലും പങ്കെടുത്ത് സമ്മാനം നേടിയിരുന്നു. നൃത്താധ്യാപകനായിരുന്ന പിതാവ് പരേതനായ PKR പണിക്കരിൽ നിന്ന് നൃത്താഭ്യാസം നടത്തിയ പ്രകാശ് തന്നെയാണ് സ്വന്തം ടീമിനെയും സംഘനൃത്തം പരിശീലിപ്പിച്ചതും. 40 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ITIയിൽ പഠിക്കുന്ന ആ പ്രായത്തിൽ ഞാൻ അവിടെ 3 മത്സരങ്ങൾക്ക് കണ്ണൂർ ITIയിൽ നിന്ന് പോവുകയും അങ്ങനെ ആറ്റിങ്ങിൽ വെച്ച് നടന്ന സംസ്ഥാന ITI കലോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്ന് കലാപ്രതിഭ പട്ടം കിട്ടിയത് അന്ന് എനിക്കായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ഓർമ്മ പുതുക്കലായി നടക്കും. അത് 3 ഇൻഡിവിജ്വലായിട്ടും മലയാളം പദ്യം ചൊല്ലൽ, അതുപോലെ തന്നെ ലളിതഗാനം, ഡാൻസ്, സിംഗിൾ ഡാൻസ്, അത് അച്ഛനിൽ നിന്ന് തന്നെ പഠിച്ച് ഞാൻ ഒന്ന് അവതരിപ്പിക്കുകയും അതിന് 1ാം സ്ഥാനം ലഭിക്കുകയും കലാപ്രതിഭയാവുകയും ചെയ്തിട്ടുണ്ട്. തോട്ടട ITIയിൽ മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പ്രകാശ്. പിതാവിന് അനാരോഗ്യമോ അസൗകര്യമോ വരുന്ന സമയങ്ങളിൽ തുടർന്നും സ്കൂളുകളിൽ നൃത്ത പരിശീലനത്തിന് പോകുമായിരുന്നു. പഠനത്തിന് ശേഷം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പഠിച്ച ട്രേഡിൽ താൽക്കാലിക ജീവനക്കാരനായി ചേർന്നു. പിന്നീട് നീലേശ്വരം മാർക്കറ്റിൽ 6 വർഷത്തോളം ഫ്രീസ് എയ്ഡ് എന്ന പേരിൽ സ്വന്തം കടയും നടത്തി. KTDCയിൽ നിന്ന് സീനിയർ ഷെഫായി 2 വർഷം മുമ്പാണ് റിട്ടയർ ചെയ്തത്. തെയ്യം കലാകാരൻ കൂടിയായ ഇദ്ദേഹം 96-ൽ പണിക്കർ പദവിയും സ്വന്തമാക്കി. തൈക്കടപ്പുറത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും കലയെ കൈവിട്ടിട്ടില്ല ഇദ്ദേഹം. അത് ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മ തന്നെയാണ്. 40 വർഷം ഈ കലോത്സവത്തിൽ ഇതുപോലുള്ള കലാപ്രതിഭകൾ ഉണ്ടായിട്ടുണ്ടായെങ്കിലും കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു കലാമാമാങ്കത്തിൽ ഒന്ന് പങ്കെടുക്കുവാനും വിജയികളെ കാണുവാനും ഒക്കെ ഒരവസരം ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും, മീഡിയാസിനും എല്ലാവിധ നന്ദിയും കടപ്പാടും എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. എല്ലാ പഠിച്ചതും അതിൻ്റെ വിജയം നേടിയതും അച്ഛനിലൂടെയാണ്. ഞാൻ ഒരു തെയ്യം കലാകാരൻ കൂടിയാണ്. 1996 ആവുകയും ചെയ്തു. ഇതൊക്കെയാണ് എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. നാട്ടിലെ പ്രതിഭാ ക്ലബിലെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ. പടിയങ്ങാടി അടുത്തിലയിൽ ജനിച്ചു വളർന്ന പ്രകാശ് 10ാമത്തെ വയസ്സിലാണ് കുടുംബത്തോടൊപ്പം നീലേശ്വരം തൈക്കടപ്പുറത്തെത്തി താമസം തുടങ്ങിയത്. മാതാവ് പരേതയായ VP നാണി ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായിരുന്നു. ഗായിക കൂടിയായ ഭാര്യ നിഷയും ആരോഗ്യവകുപ്പിലാണ്. മക്കളായ ഗൗതമും ഹരിയും ഭരതനാട്യത്തിലും കഥകളി സംഗീതത്തിലും സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനിതരായിട്ടുണ്ട്. പിതാവിൻ്റെ നൃത്തപാരമ്പര്യം തുടർന്നു വരുന്ന സഹോദരൻ PK പ്രദീപ് കാലിക്കടവിൽ സ്വരജിതി എന്ന പേരിൽ കലാവിദ്യാലയം നടത്തിവരുന്നു. നർത്തകിയായ സഹോദരി PK ഗീതയും കലാരംഗത്തുണ്ടായിരുന്നു. തോട്ടട ITI ബാച്ചിലെ കൂട്ടുകാരുടെ ITI സൗഹൃദം എന്ന ഗ്രൂപ്പിലും സജീവമാണ് പ്രകാശ്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.